കരമന അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട ആ സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ കേസിൽ ഇപ്പോൾ എന്താണെങ്കിലും 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഹരിലാല, കിരൺ കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. പ്രധാനപ്പെട്ട 3 പ്രതികൾ പക്ഷേ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. ജിബിൻ JB ചേർന്നു നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി. ജിബിൻ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരമായ സംഭവമാണ് അരങ്ങേറിയത്. ആ ദൃശ്യങ്ങളൊക്കെ മനസാക്ഷിയുള്ളവന് കണ്ടു നിൽക്കാൻ കഴിയില്ല. അതിക്രൂരമാണ്. മരിച്ചു കിടക്കുന്ന ആളിനോട് തന്നെ ചെയ്യുന്ന ഈ ഇത്രയും ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ടെന്നൊക്കെ അറിയുമ്പോൾ പുറത്തിറങ്ങി നടക്കാൻ തന്നെ പേടിയാകുന്നു. ആ തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പിടിയിലായിരുന്നു, ഇപ്പോഴത്തെ 3 പേരും കൂടിയായി. ഇവരിപ്പം എവിടെ നിന്നാണ് ഇവരെ പിടികൂടിയത്? ഒളിവിലുള്ള 3 പേരെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ? സേതു, കരമന അഖിൽ വധവുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഈ പ്രധാന പ്രതികളായിട്ടുള്ള 4 പേരിൽ ഒരാൾ കൂടി, രണ്ടാമത്തെ പ്രതി കൂടി പിടിയിലായിട്ടുണ്ട് എന്നാണ്, പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ഇന്നലെ വൈകിട്ടോടു കൂടി ഈ കേസിൽ 4 പേരിൽ ഒരാളായിട്ടുള്ള അനീഷും അതേപോലെ തന്നെ ഇവർ എത്തിയ സംഘത്തിന്റെ കാർ ഡ്രൈവറുമായിട്ടുള്ള അനീഷിനെ തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്ന് പിടികൂടിയിരുന്നു. ഈ അനീഷിനെ ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിനുശേഷമാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള 3 പേർ കൂടി പിടിയിലായിട്ടുള്ളത്. ഹരിലാൽ, കിരൺ കൃഷ്ണ, കിരൺ എന്നീ 3 പേരാണ് ഗൂഢാലോചനയുടെ ഭാഗമായി പിടിയിലായിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ അഖിലിനെ നേരിട്ട് വധിക്കാനെത്തിയ സംഘത്തിലുണ്ടായിരുന്ന രണ്ടാമനായിട്ടുള്ള അഖിൽ കൂടി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടിയിരിക്കുന്നത്. ഇനി അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇനി കണ്ടെത്താനുള്ളത് 2 പ്രതികളെ കൂടിയാണ് ഈ വധവുമായി നേരിട്ട് ബന്ധപ്പെട്ട്. ഇന്ന് പോലീസിന്റെ പിടിയിലായിട്ടുള്ള ഈ 3 പേരിൽ ഹരിലാൽ, കിരൺ കൃഷ്ണ, ഈ 3 പേരും കരമന അനന്തു വധക്കേസ് 2019 കരമന അനന്തു വധക്കേസിലെയും പ്രതികളാണ്. ഇതിൽ ഹരിലാലും കിരൺ കൃഷ്ണയുമാണ് ഈ വധക്കേസിൽ, അതായത് അനന്തു വധക്കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കിരൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്തവണത്തെ ഈ പ്രതികൾ, ഈ അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആളാണ് കിരൺ കൃഷ്ണ എന്ന് പറയുന്ന ആളാണ് ഈ ഇലക്ഷൻ ദിവസം പാപ്പനംകോടുള്ള ബാറിൽ വെച്ച് അഖിലിനെ കൊലപ്പെടുത്തും എന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ തന്നെ മുഴക്കിയിരുന്നത്. എന്തായാലും ഈ ഒരു അഖിൽ വധക്കേസുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടുള്ള 3 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തൊട്ടു പിന്നാലെ വന്ന വാർത്തയാണ് ഈ ഒരു വധക്കേസുമായി ബന്ധപ്പെട്ട് അനീഷിന് പിന്നാലെ രണ്ടാമനായിട്ടുള്ള അഖിലിനെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജിബിൻ, ഇനി ഒളിവിലുള്ള പ്രതികളിലേക്ക് കൂടി എത്രയും വേഗം എത്താൻ പോലീസിന് കഴിയട്ടെ.